ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ഷെസ്വാൻ സോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിലേക്കും പിന്നെ ബിരിയാണിയിലേക്കും തയ്യാറാക്കുമ്പോൾ ഒക്കെ ഇത് ചേർത്ത് തയ്യാറാക്കി നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. നമുക്കിത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാശ്മീരി മുളക് എന്നുവെച്ചാൽ പിരിമുളക്, അത് രണ്ടും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. എത്രയാണോ വറ്റൽമുളക് എടുത്തത് അതിൻ്റെ ഒരു കാഭാഗം കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാശ്മീരി മുളക് എടുത്തത്. അതിന് എരിവ് കുറവാണ്, അപ്പം എരിവ് കുറഞ്ഞിട്ട് നല്ലൊരു കളർ കിട്ടും. പിന്നെ ഈ വറ്റൽമുളകിന് എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ നടുവൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഇല്ല, ഒരു 5-6 അങ്ങനെ കളയുന്നുണ്ട്. കാരണം കുറച്ചൊന്ന് എരിവ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും, കുറച്ചൊന്ന് എരിവ് കുറഞ്ഞും കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-6 ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു 5-6 ചെയ്തെടുത്താൽ മതി. നമുക്ക് ആ എരിവ് ഒന്ന് കുറച്ച് കുറഞ്ഞ് കിട്ടിയിട്ട് നല്ലൊരു കളറും കിട്ടും നമ്മുടെ സോസിന്. ഇതിൻ്റെ ആ നെട്ട് കളയേണ്ടതുണ്ട് കേട്ടോ. ഞാനത് മറന്നു പോയതാണ്, ഞാൻ പിന്നെ കളയുന്നുണ്ട്. നിങ്ങൾ ഇത് ഈ സമയത്ത് തന്നെ നെട്ടും കളഞ്ഞെടുക്കണേ. നെട്ടൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് ഇത് തയ്യാറാക്കാമെങ്കിൽ നമുക്ക് അതിൻ്റെ കളറ് നല്ലോണം കിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ കുതിർക്കാൻ വെക്കണം. 1 മണിക്കൂർ, 1/2 to 1 മണിക്കൂർ ഇത് കുതിർത്ത് വെക്കണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ല മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുതിർത്ത് വെക്കണം. ഞാനിത് ഈ സമയത്താട്ടോ ഇപ്പോൾ ഇതിന് നെട്ട് മാറ്റി കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ നെട്ട് മാറ്റിയെടുക്കണം. ഞാനതെൻ്റെ മറന്നു പോയതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തു എന്ന് മാത്രം. അപ്പം എല്ലാത്തിനും നെട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ കുതിർന്ന് വരട്ടെ. ഏകദേശം 1 മണിക്കൂറൊക്കെ ആയി. നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ല തിളപ്പിച്ച് നല്ല സോഫ്റ്റായി വരും ഈ മുളക്. അതുവരെ നമുക്കൊരു 10 മിനിറ്റോളം ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിക്കണം. എന്താ നല്ല തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാനുണ്ട്. എല്ലാം ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഒട്ടും വെള്ളം ചേർക്കുന്നൊന്നുമില്ല, ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇവിടെ നന്നായിട്ട് ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിൻ്റെ ആ ബാക്കിയുള്ള വെള്ളമാണ് നമ്മൾ തിളപ്പിച്ചെടുത്തതിൻ്റെ. ഇത് ഒഴിവാക്കേണ്ട. നമുക്ക് സോസ് തയ്യാറാക്കുമ്പോൾ വെള്ളം ആവശ്യം വരുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ
ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം, ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല, അതിനേക്കാൾ കുറച്ച് ഒരളവിൽ കുറച്ച് ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായിട്ടുള്ള ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ആ മുളക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു സോസ് രൂപത്തിലാണ് കിട്ടേണ്ടത് കേട്ടോ. ഇത് വെള്ളം കുറവുണ്ട് ഇതിൽ, അപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് വെക്കാം. ഇങ്ങനെ ജാറിലേക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൻ്റെ ബാക്കിയുണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജാറ് നന്നായിട്ടൊന്ന് ജാറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറവ് തോന്നിയപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു സോസ് രൂപത്തിൽ നമുക്ക് കിട്ടണം. ആ രീതിയിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് നോക്കിയാൽ നല്ല ഫ്ലെയിം കുറച്ച് വെക്കാം. ഇതിന് നമുക്ക് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും, വെള്ളമൊക്കെ വറ്റിയിട്ട് അതിലെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട്, നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് സോയാ സോസ്, ഒരു 1.5 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തു. എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിലേക്ക് വളരെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയിട്ട്, വളരെ കുറച്ച് മതി. കാരണം നമ്മുടെ ആ ഭയങ്കര എരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ, ഒരു എരിവ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് സുർക്കയും കൂടെ ഇട്ടിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ സുർക്കയും മതി. ഇനി കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ മുളക് തിളപ്പിച്ച ആ വെള്ളം തന്നെ മതി, അതിൽ നിന്ന് കുറച്ചും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ സോസ് കിട്ടേണ്ടത്. നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡ് റൈസിലൊക്കെ ഷെസാൻ ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടും ബിരിയാണിയിലെ മസാലയൊക്കെ ചേർക്കാൻ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത് ചേർക്കുമ്പോൾ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കിയിട്ട് ഇത് വെച്ച് ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറാക്കി നോക്കണം. ഞാൻ അതിൻ്റെ റെസിപ്പി ഇടുന്നതാണ്. ഫ്രൈഡ് റൈസിൻ്റെ ഷെസാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ അടുത്തതായിട്ട് തന്നെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.